അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട് എപ്പോഴും. നമ്മുടെ ആവശ്യങ്ങൾ, ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ വേഗത്തിൽ പോവാൻ നമ്മെ സഹായിക്കുന്ന പല പല ദിക്റുകളും ഇസ്മുകളും എല്ലാം ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഞാനിവിടെ പറയുന്നത്. ഈ അമൽ ചെയ്താൽ എല്ലാ ആവശ്യങ്ങളും നിറവേറും, എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു പൂവണിയിക്കും. തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം സാധിക്കുമാറാം. തടസ്സങ്ങളെല്ലാം മാറിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കപ്പെടും. ഹലാലായ ഉദ്ദേശങ്ങൾ എല്ലാം വേഗത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇഖ്ലാസോട് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ആഗ്രഹം പൂവണിയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആഗ്രഹം നിറവേറും, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. ഇത് ചെയ്യുമ്പോൾ ആദ്യം wudu ചെയ്യുകയും ശേഷം ഖിബിലയ്ക്ക് നേരിട്ട് തിരിഞ്ഞിരിക്കുക. ഈ അമൽ ചെയ്യുവാൻ ചുരുങ്ങിയത് അരമണിക്കൂർ മതി. ഒറ്റ ഇരുത്തത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്ന്. ബുദ്ധിമുട്ടുള്ളവർ രാത്രിയും പകലുമായി കഴിയുന്ന സമയത്ത് ചൊല്ലി തീർക്കണമെന്ന് ഉള്ളൂ. ആദ്യം മുത്തുനബിയുടെ പേര് 11 തവണ നിങ്ങൾക്കറിയാവുന്ന സലാത്ത് ചൊല്ലുക. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 1000 തവണ ചൊല്ലുക. അത് സമയം കണക്കൊറ്റ ഇരിപ്പിനിരുന്ന് ചൊല്ലിയാൽ അത്രയും നല്ലത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും 1000 വട്ടം ചൊല്ലിയതിന് ശേഷം മുത്തുനബിയുടെ പേര് സലാത്ത് ചൊല്ലുക. എത്ര കണ്ട് സലാത്തുകൾ അധികരിപ്പിക്കുന്നുവോ അത്രയും നമ്മുടെ ദുആകൾക്ക് ഉത്തരം പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതിനാൽ മുത്തുനബിയുടെ പേര് സലാത്ത് ചൊല്ലാൻ ഒരു മടിയും ആരും കാണിക്കണ്ട. സലാത്ത് ചൊല്ലിയതിന് ശേഷം എന്താണോ നമ്മുടെ ആഗ്രഹം, എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട്, എന്താണോ നമ്മുടെ പ്രയാസങ്ങൾ, എന്താണോ നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിനോട് കൈകൾ നിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല സഫലമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ഇരക്കാം. എനിക്കും വേണ്ടി എല്ലാവരും ദുആ ഇരക്കണം. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.